ഹലോ. അപ്പോൾ ഇത് കാണുന്ന പോലെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ പാർട്ട് 5 ആണ്. നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ എത്തിയിട്ടുണ്ട് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ. ഇതുവരെ നമ്മൾ മാക്സിമം ഒരുപാട് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാക്സിമം ഇതുവരെ വന്ന ടൈപ്പിൽ നിന്ന് അത് CPO ആണെങ്കിലും CHSL CGL തുടങ്ങിയ ഒരുപാട് പരീക്ഷകളുടെ സാമ്പിളുകൾ നമ്മൾ കണ്ടു. ഇതുപോലുള്ള സാമ്പിളുകൾ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് മിക്ക പരീക്ഷയിലും വരാനായിട്ട് സാധ്യതയുള്ളതും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും കണ്ടു എന്നും പ്രാക്ടീസ് ചെയ്തു എന്നും ഉള്ളൊരു പ്രതീക്ഷയിൽ നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മളൊരു ഐ തിങ്ക് ഒരു 7-8 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഒരു പ്രത്യേക സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നോക്കാതെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇതൊരു ഫൗണ്ടേഷൻ ബാച്ച് പോലെ സഞ്ചരിക്കുന്ന ഒരു കോഴ്സാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ വളരെ തുടക്കക്കാരായിട്ടുള്ള ഇനിയിപ്പോൾ 2026 എക്സാംസ് എഴുതാനുള്ളവർ അല്ലെങ്കിൽ ഒരു 2 months 3 months ഗ്യാപ്പിൽ എഴുതാനുള്ളവരൊക്കെ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഇതാണിത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ളതല്ല. സോ നമ്മൾ ഓൾജിബ്ര എന്ന് പറഞ്ഞ സെക്ഷൻ നമ്മൾ അഡ്വാൻസ്ഡ് മാത്സിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബേസിക് അരിത്തമാറ്റിക് മാത്സ് ആണല്ലോ നമ്മൾ ഇത്രയും പഠിപ്പിച്ചിട്ടുള്ളത്. മിക്സഡ് ആൻഡ് എലിഗേഷൻ ആണെങ്കിലും ഇപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ആണെങ്കിലും. ഈ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷന് ശേഷം നമ്മൾ പോകാൻ പോകുന്നത് എന്താണ്? ടൈം, ഡിസ്റ്റൻസ്, സ്പീഡിലോട്ടാണ്. അപ്പോൾ ഇതൊക്കെ ബേസിക് മാത്സാണ്. അപ്പോൾ ഓൾജിബ്ര പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. അപ്പോൾ അത് ഞാൻ ഓൾജിബ്ര പഠിക്കുന്ന സമയത്ത് അത് മാറ്റി വെച്ചിട്ട് അത് ഇതിൻ്റെ കൂടെ ഈ പ്ലേലിസ്റ്റിൻ്റെ കൂടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ പ്ലേലിസ്റ്റിൻ്റെ കൂടെ വ്യക്തമായിട്ട് ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കാൻ വേണം. ഒരു മിനിറ്റ് ലൈറ്റ് ഒന്ന് ഇട്ടട്ടെ. ഓക്കെ, ഐ തിങ്ക് ദിസ് ഈസ് ബെറ്റർ. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുകയും വേണം. വേറൊന്നും പറയാനില്ല. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ, ഇപ്പോൾ നിങ്ങൾക്ക് യാദൃച്ഛികമായിട്ട് ഈ ക്ലാസ്സാണ് ഫസ്റ്റ് വന്നതെങ്കിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ബേസിക് ആയിട്ട് പഠിക്കുന്നുണ്ടാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് തന്നെ വരിക. കാരണം ഈ ക്ലാസ്സിൽ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഇൻക്രീസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ക്ലാസ്സുകളിൽ എപ്പോഴും സ്പീഡ് വളരെ കുറവിൽ നിന്ന് കൂടുതലോട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത്. സോ അതിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഫസ്റ്റ് തന്നെ വന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്ന് വിഷമിക്കരുത്. നിങ്ങൾക്കുള്ള ടൈപ്പ് ഫസ്റ്റ് ക്ലാസ്സോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരുപാട് സമയമൊന്നും വേസ്റ്റ് ചെയ്യാതെ ആദ്യത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കാം. ഇതെന്താ ചോദ്യം? ദ റേഷ്യോ ഓഫ് ഇൻകം ഓഫ് A and B ലാസ്റ്റ് ഇയർ വാസ് 4:3 റെസ്പെക്റ്റീവ്ലി. The ratios of their individual incomes of the last year and present year are 3:4 and 5:6 respectively. If their total income for their present year is rupees 8.04 lakh, then the income of B last year was എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചില ക്വസ്റ്റ്യൻസിൻ്റെ ഭാഷ കാരണം നമ്മളെ ഒരുപാട് വലയ്ക്കും. അപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സും നിങ്ങളോട് പറയാറുണ്ടല്ലോ, എൻ്റെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ പഠിക്കുന്നത് കൂടെ ഒരു പഠനമാണ്. നിങ്ങൾ മാത്സിൻ്റെ കോൺസെപ്റ്റുകൾ പഠിക്കുന്നതോ അത് നിങ്ങൾ മൈൻഡിലിട്ട് മനനം ചെയ്ത് പല സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്യുന്നതോ അതൊക്കെ ദാറ്റ്സ് പാർട്ട്. അത് മാത്സിനെ നിങ്ങളൊരു സബ്ജക്റ്റായിട്ട് ഒരു അക്കാഡമിക്കൽ ഇൻട്രസ്റ്റോടുകൂടെ പഠിക്കുമ്പോൾ. പക്ഷെ ഒരു മത്സര പരീക്ഷയിൽ നിങ്ങൾ എഴുതുമ്പോൾ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ സ്പീഡിൽ വായിച്ച് മനസ്സിലാക്കി എന്താണ് ആ ക്വസ്റ്റ്യൻ്റെ ലാംഗ്വേജിൽ പറയുന്നത് എന്നുള്ളത് സ്വാംശീകരിക്കാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അങ്ങനെ നമുക്കിനെ ഒന്ന് മനസ്സിരുത്തി കാര്യങ്ങൾ എന്താണെന്ന് എടുക്കാം. 2 പേരുണ്ട്. എയും ബിയും 2 പേരുണ്ട്. അവരുടെ ദ റേഷ്യോ ഓഫ് ഇൻകം ഓഫ് A and B ലാസ്റ്റ് ഇയർ വാസ് 4:3 റെസ്പെക്റ്റീവ്ലി. ലാസ്റ്റ് ഇയർ ഏറ്റവും കഴിഞ്ഞ ഇയറിൽ അവരുടെ ഇൻകത്തിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:3 എന്നാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ദ റേഷ്യോസ് ഓഫ് ദർ ഇൻഡിവിജ്വൽ ഇൻകംസ് ഓഫ് ദ ലാസ്റ്റ് ഇയർ ആൻഡ് പ്രസൻറ്റ് ഇയർ ആർ 3:4 ആൻഡ് 5:6 റെസ്പെക്റ്റീവ്ലി. ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങളുടെ ഇംഗ്ലീഷ് സാർ ചമഞ്ഞ് ഒരു കാര്യം പറയാൻ പോവാണ്. ചിലവർക്ക് ഇത് വായിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. ചിലവർക്ക് ഇത് പറയാൻ കാരണം ഈ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. പക്ഷേ ഇത് സിമ്പിളായിട്ട് പറയുന്ന ഇതാണ്, ദ റേഷ്യോസ് ഓഫ് ദെയർ ഇൻഡിവിജ്വൽ ഇൻകംസ് ഓഫ് ദ ലാസ്റ്റ് ഇയർ. നോക്കിയാൽ റേഷ്യോസ് ഓഫ് ദെയർ ഇൻഡിവിജ്വൽ ഇൻകംസ്, അവരുടെ ഇൻഡിവിജ്വൽ, അതായത് എയുടെയും ബിയുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻകത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ചെയ്യാം. ഈസ്റ്റു ഇവിടെ കിടന്നോട്ടെ. അയ്യോ, ഇനിയിപ്പോൾ ഈസ്റ്റുവിനോട് നീതികേട് കാണിച്ചൊന്നും വേണ്ട, കറക്റ്റ് വരയുടെ നടുവിൽ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? റേഷ്യോസ് ഓഫ് ദെയർ ഇൻഡിവിജ്വൽ ഇൻകംസ് ഓഫ് ലാസ്റ്റ് ഇയർ ആൻഡ് പ്രസൻറ്റ് ഇയർ ആർ. അപ്പോൾ എയും ബിയും വേറെ വ്യക്തികളല്ലേ.
അവർക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷവും ശമ്പളം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ റേഷ്യോ, അതായത് എക്ക് കിട്ടിയ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ശമ്പളത്തിൻ്റെ റേഷ്യോ എന്താ ക്വസ്റ്റ്യനിൽ? പ്രസൻറ്റ് ഇയർ ആർ 3:4 റെസ്പെക്റ്റീവ്ലി. ബിക്ക് കിട്ടിയ എന്താ? 5:6 ആണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഡാറ്റ നിങ്ങൾക്ക് വ്യക്തമായല്ലോ. ഇല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാം. എ എന്നും ബി എന്നും രണ്ട് വ്യക്തികളുണ്ട്. അവർക്ക് കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ LY എന്ന് വിളിക്കാം, ലാസ്റ്റ് ഇയർ കിട്ടിയ ശമ്പളത്തിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:3 ആണ്. ഇനി അവരിൽ രണ്ടുപേരും ഇൻഡിവിജ്വൽ 4:3 ആണ്. അവരെ രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് എടുത്ത് അവർക്ക് ലാസ്റ്റ് ഇയറും പ്രസൻറ്റ് ഇയറും PY എന്ന് വിളിക്കാം. ലാസ്റ്റ് ഇയർ പ്രസൻറ്റ് ഇയർ എന്ന് കിട്ടിയ ശമ്പളത്തിൻ്റെ റേഷ്യോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. അപ്പോൾ ഇത് ഞാൻ മായ്ക്കാണ് എഴുതാനുള്ള സൗകര്യത്തിന്. ഇതൊന്നുമില്ല, ഇത് എയുടെ ലാസ്റ്റ് ഇയറും ഈ വർഷവും, ഇത് ബിയുടെ ലാസ്റ്റ് ഇയറും ഈ വർഷവും. ഓക്കെ, അപ്പോൾ ഇത്രയും ഡാറ്റയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? ഇഫ് ദെയർ ടോട്ടൽ ഇൻകം ഫോർ ദെയർ പ്രസൻറ്റ് ഇയർ ഈസ് ₹8.04 lakh. മനസ്സിലായോ? അതായത് പ്രസൻറ്റ് ഇയർ എന്തായത്? ഇത് ലാസ്റ്റ് ഇയർ ടു പ്രസൻറ്റ് ഇയർ എന്ന് പറയാം. അപ്പോൾ ഈ പ്രസൻറ്റ് ഇയറിലെ സാലറി ഇല്ല രണ്ടുപേരുടെയും പ്രസൻറ്റ് ഇയറിലെ സാലറി 4ഉം ഈ 3:4 4ൻ്റെ ഭാഗം വരുന്നു, 5:6 6ൻ്റെ ഭാഗം വരുന്നു. ആ രണ്ടുപേരുടെയും പ്രസൻറ്റ് ഇയറിലെ സാലറി അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ 8.04 lakhs ആണെങ്കിൽ ദെൻ ദ ഇൻകം ഓഫ് ബി ലാസ്റ്റ് ഇയർ വാസ്, അതായത് ഇൻകമോ ഇതല്ലേ ലാസ്റ്റ് ഇയർ, ഈ 3ൻ്റെ അവിടെ എന്ത് വരണം എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അതും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഈ 3 എന്ന് പറഞ്ഞാൽ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ലാസ്റ്റ് ഇയർ അല്ലേ, ബിയുടെ ലാസ്റ്റ് ഇയറിലെ ഇൻകം. അത് സത്യത്തിൽ എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരൂ, അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് വ്യക്തമായിട്ട് പിന്നെ പോകാം. ഇവിടെ നോക്കൂ, 3:4 5:6. ഇത് ചാടി കയറി 4+6 10 ആണ് 8.04. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം വ്യക്തമായിട്ട് ചിന്തിക്കണം. ഇതെന്താ? എയുടെ ലാസ്റ്റ് ഇയറിലെ റേഷ്യോ അല്ലേ? ഇതെന്താ? ഇതും എയുടെ ലാസ്റ്റ് ഇയറിലെ റേഷ്യോ അല്ലേ? ആണ്. അപ്പോൾ ഇത് രണ്ടും എന്താ? ഒരു സാമാന്യ മര്യാദയ്ക്ക് ഇത് രണ്ടും ഒരേപോലെ ആവണ്ടേ? ഇതെന്താ? ഇത് 4 ആവണം. അപ്പം ഇത് 4 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മൊത്തത്തിൽ റേഷ്യോയിൽ ഈ 3ൻ്റെ അവിടെ 4 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? എടാ, 3 എന്ന് പറഞ്ഞൊരു സംഖ്യ ഇരിക്കുന്നു, ഇതിനെനിക്ക് 4 ആക്കണം. അപ്പോൾ എന്താ? ഈ 3 വെളിയിൽ പോകണം, 4 അകത്ത് വരണം. 3 വെളിയിൽ പോകാൻ എന്ത് ചെയ്യണം? ഞാൻ /3 എന്തിനോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ? 3 വെട്ടിപ്പോവും. എന്നിട്ട് ആര് വരണം? ആര് എൻട്രി കൊടുക്കണം? 4. അപ്പം 3നെ 4 ആക്കാൻ 4/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ 3നെ മാത്രം നമ്മൾ മൾട്ടിപ്ലൈ, നല്ല റേഷ്യോനെ മുഴുവൻ മൾട്ടിപ്ലൈ. അപ്പോൾ എന്താ? 4/3 അല്ലേ? 4/3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ? ഇത് ബിയുടെ ലാസ്റ്റ് ഇയറിലെ ഇൻകമാണ് ഈ 3 കൊണ്ട് കാണിച്ചിരിക്കുന്നത്. ബിയുടെ ലാസ്റ്റ് ഇയറിൽ ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? 5. അപ്പോൾ ഇത് 3 ആക്കണ്ടേ? അപ്പോൾ 5നെ 3 ആക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ 4/3 ചെയ്ത പോലെ 5നെ 3 ആക്കാൻ എന്ത് ചെയ്യണം? 5 പോകണം, /5 എന്നിട്ട് 3 എൻട്രി കൊടുക്കണം. അപ്പോൾ 3. അപ്പോൾ എന്ത് ചെയ്യണം? 3/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ എങ്ങനെയാണത് വന്നതെന്ന്. എന്തായിരുന്നു? 3/5. കണ്ടോ, എനിക്ക് തന്നെ കൺഫ്യൂഷൻ വരുന്നത്. ഇച്ചിരി ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി. എന്തിനാണ് ഇതിനോട് ഈക്വൽ ആക്കുന്നത്? മനസ്സിലായല്ലോ. ഇതിനോട് ഈക്വൽ ആക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഈ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ, നമുക്ക് പെട്ടെന്ന് പോവാം. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ ഇതിൽ നിന്നും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? തന്നിരിക്കുന്ന ഒരു നമ്മളെപ്പോഴും പറഞ്ഞ ഒരു റിയാലിറ്റി ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ റിയാലിറ്റി ഫിഗർ? ₹8.04 lakh, 8.04 ലക്ഷം. അതെന്താണ്? അത് ഇഫ് ദെയർ ടോട്ടൽ ഇൻകം ഫോർ ദെയർ പ്രസൻറ്റ് ഇയറിലെ ഇൻകത്തിൻ്റെ ടോട്ടലാണ് തന്നിരിക്കുന്നത് അല്ലേ? ഇതെന്താ? ഇത് പ്രസൻറ്റ് ഇയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെയും ടോട്ടലാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെയും ടോട്ടൽ എടുക്കൂ. ഇതെന്താ? ഇപ്പോൾ ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യില്ല. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി? 16/3 പ്ലസ് ഇതെന്താ? 6 × 3 18/5. കണ്ടോ? നമ്മൾ എന്താ
പ്രസൻറ്റ് ഇൻകം എടുത്തു, മറ്റേത് ഓൾഡ് അതോടെ കിടക്കട്ടെ. പ്രസൻറ്റ് ഇൻകം എടുത്തു. പ്രസൻറ്റ് ഇൻകത്തിൻ്റെ ടോട്ടൽ എന്താ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 × 5 എന്താ 80 പ്ലസ് 18 × 3 എന്താ 24, 54/3 × 5 15. ഓക്കെ, അപ്പോൾ 80 + 54/15. എനിക്ക് പണ്ടുണ്ടായിരുന്നൊരു വൈകല്യമായിരുന്നു, ഞാൻ എപ്പോഴും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലിയ കാര്യത്തിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് എന്താ 3, 5, 8 എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുമായിരുന്നു പണ്ട്. മീൻസ് അറിയാം അതാ ചെയ്യേണ്ടത്, പക്ഷേ തെറ്റായിട്ട് ചെയ്തു വരും. പിന്നെ ഒരുപാട് എനിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വന്ന ആ ഒരു സ്വഭാവമായി. അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ വന്നാൽ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും, നമുക്കത് പ്രാക്ടീസിലൂടെ മാറ്റാം. ഓക്കെ, അപ്പോൾ കം ടു ദ മാറ്റർ. എന്താ അപ്പോൾ 80ഉം 54 എന്തായി 4, 13, 134/15 എന്ന് വന്നു. ഈ 134/15 എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോഴത്തെ എയുടെയും ബിയുടെയും പ്രസൻറ്റ് ഇൻകത്തിൻ്റെ റേഷ്യോ ആണ്. ഒറിജിനൽ എന്താ ഇതാണ്. ഇപ്പോൾ റേഷ്യോ ഒറിജിനൽ, റിയാലിറ്റി റേഷ്യോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ. അപ്പോൾ എന്താ ആ ഫാക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 8.04 മുഴുവൻ എഴുതല്ലേ, 134/15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തും 15 മേളിൽ പോവില്ലേ, 15 മേളിൽ പോവും. ബൈ എന്ത് വരും 134, താഴെ ഉള്ളത് അവിടെ തന്നെ കിടക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും 8.04 ലാക്ക് എന്നുള്ളത് എന്താ, ലാക്ക് എന്ന് എഴുതാതെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചോദിക്കില്ലേ? നിങ്ങൾ ചോദിക്കും. പക്ഷേ അങ്ങനെ എഴുതിയാൽ മതി, കാരണം ഓപ്ഷൻസിലോട്ട് നോക്കൂ, ഓപ്ഷൻസിലെല്ലാം ലാക്കല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇതിനങ്ങനെ ചെയ്യുന്നത് അല്ലേ, അപ്പം പിന്നെ ഞാൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായി 8.04 × 15, പെട്ടെന്ന് ചെയ്തേ. 804 × 15 20, 2, 40, 4, 1, 8, 0, 6, 1, 12160. എത്ര പോയിന്റ് മാറ്റണം, 2. അപ്പോൾ 121.6. 121.6. അപ്പോൾ എന്തായി 121.6/134 ആയി. എന്താ ഫാക്ടർ കിട്ടി നമുക്ക്. എന്താ സത്യം കണ്ടുപിടിക്കാനുള്ള ഫാക്ടർ നമുക്ക് കിട്ടിയില്ല. ഇതൊക്കെ മായ്ക്കുകയാണേ, സത്യം കണ്ടുപിടിക്കാനുള്ള ഫാക്ടർ നമുക്ക് കിട്ടിയില്ല. എപ്പോഴും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ, ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ സത്യം, റിയാലിറ്റി എന്നൊക്കെ ഈ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു രീതിക്ക് അനുസരിച്ചാണ്. അതുകൊണ്ട് പഴയതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്തേക്കാം. പഴയ പ്രോബ്ലം നിങ്ങളിപ്പോൾ പ്രൊഫഷണൽസ് ആണെങ്കിലും പെട്ടെന്ന് പോയ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എൻ്റെ ഭാഷയൊന്ന് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ ആ സംഭവം കിട്ടി അല്ലേ. 121 ഇവിടെ എഴുതിയ എന്താ തെറ്റുണ്ടോ? യെസ്, 120 ഇതാ ഇവിടെ ഒന്നിട്ട് 120.6. ഓക്കെ, ഈ തെറ്റ് പറ്റിയതാ. 120.6/134 എന്ന് കിട്ടിയ ഫാക്ടർ കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ട സത്യം എന്താ, ബിയുടെ പ്രസന്റ്, ബിയുടെ ലാസ്റ്റ് ഇയർ ഇൻകം എന്താ. ഇഫ് ദർ ടോട്ടൽ ഇൻകം ഫോർ ദ പ്രസന്റ് ഈസ് ₹8.04 lakh, ദെൻ ദ ഇൻകം ഓഫ് ബി ലാസ്റ്റ് ഇയർ. ബിയുടെ ലാസ്റ്റ് ഇയർ എന്താ, റേഷ്യോ എന്തിരിക്കുന്നത് 3. റേഷ്യോയിൽ നിന്ന് സത്യം കടഞ്ഞെടുക്കാനായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. എന്ത് ചെയ്യും, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ. 120.06 × 3/134 എന്ന് പറയുമ്പോൾ എന്താ, എന്ത് വരും, 120.6 × 3 എന്നുള്ള എന്ത് വരും, 1206 × 3 18 1 6 3 എത്ര പോയിന്റ്, 361.8/134 മുഴുവനായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഓപ്ഷൻസിലോട്ടൊന്ന് നോക്കിക്കേ. 2.7 lakh, 3.6 lakh, 2.4, 2.8. 4ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഒറ്റയുടെ അക്കത്ത് 8 വരിക? 361.8 അല്ലേ കിട്ടണ്ട. 4ൻ്റെ കൂടെ എന്ത് വരുമ്പോഴാണ്, 4ൻ്റെ കൂടെ 7 വന്നാൽ വരും അല്ലേ, 8. അപ്പോൾ 7 നിൽക്കുന്നത് ഓപ്ഷൻ എ ഉണ്ടല്ലോ. ഓപ്ഷൻ എയിൽ എന്താ 2.7, ഒറ്റയുടെ അല്ല, ഏറ്റവും അവസാനത്തെ സ്ഥാനത്ത് 7 ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചൊന്ന് നോക്കാം, നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാൻ വരുന്നുണ്ടോ. എന്താ 134 × 2.7 27 കിട്ടും. 7 4 28, 7 3 21, 2 23, 9 അല്ലേ, 8 6 2 8 11 10 6 16 1 2 3 361.8 കറക്റ്റ് വന്നില്ലേ? കണ്ടോ, കറക്റ്റ് വന്നാണ്ടോ? അപ്പോൾ എ തന്നെയാണ് ഉത്തരം. എന്താ ഉത്തരം? എ 2.7 lakh ആണ് ഉത്തരം. എ 2.7 lakh ആണ് ഉത്തരം. എങ്ങനെ വന്നാൽ മനസ്സിലായോ? 361.8/134 നമ്മൾ വന്നു. അത് മുഴുവനായിട്ട് എന്താണ്, ഇങ്ങനെ ചില സമയത്ത് ഇൻ്റലിജൻ്റ് ആയിട്ട് ഗസ് വർക്ക് നടത്തണം. മുഴുവനായിട്ട് അത് ഹരിച്ച് നോക്കാതെ ഓപ്ഷൻസ് നോക്കണം. ഓപ്ഷൻസ് നോക്കുമ്പോൾ എന്താ, ഇതിനോട് എന്തോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
അവസാനം 8 വരാൻ സാധ്യതയുള്ളത് 7 മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ നമ്മുടെ ഭാഗ്യത്തിന് ഓപ്ഷൻസിൽ എയിൽ മാത്രമാണ് മറ്റേ ഡെസിമലിൻ്റെ അവിടെ 7 ഉള്ളത്. അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ എന്താ ഉത്തരം? ഓപ്ഷൻ എ ₹2.7 lakh ആണ് ഉത്തരം. ശരി, ഇതിനകത്ത് ഒരേ ഒരു പ്രശ്നം, നിങ്ങൾ ലാംഗ്വേജ് മനസ്സിലാക്കുക, 2 റേഷ്യോ ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ലാംഗ്വേജ് മനസ്സിലാക്കുക, റേഷ്യോ ഇക്വേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പ്രോസസ്സുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം വന്ന ആ പ്രോസസ്സിലൂടെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു യൂണീക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം നോക്കാം. The ratio between the divisor and remainder is 3:2 and the ratio between the divisor and the quotient is 7:12. If the remainder is 14, then find the remainder when the dividend is divided by 9. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിവൈസറും റിമൈൻഡറും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട് 3:2. അതുപോലെ തന്നെ ഡിവൈസറും കോഷ്യൻറ്റും തമ്മിലുള്ള റേഷ്യോയും തന്നിട്ടുണ്ട്. 2 സെറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എ ബി സി എന്നിങ്ങനെ 3 സാധനങ്ങളുടെ റേഷ്യോ എങ്ങനെയാണ്? എയും ബിയും തമ്മിലുള്ള നമ്മൾ തന്നിട്ടുണ്ട്, ബിയും സിയും തമ്മിലുള്ള തന്നിട്ടുണ്ടെങ്കിൽ ഈ കോമൺ ആയിട്ട് വരുന്നത് ബി അല്ലേ, അത് നടുക്ക് എഴുതിയിട്ട് കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇതിൻ്റെ അടുത്തുള്ളത് ഇവിടെ എഴുതും, ഇതിൻ്റെ അടുത്തുള്ള ഇവിടെ എഴുതും, എന്നിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളിത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻസ് ഓർമ്മിക്കുന്നുണ്ടായി, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഏതാ കോമൺ? ഇവിടെ ഡിവൈസറാണ് കോമൺ. ഡിവൈസർ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യേനെ എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് ആ സംഖ്യ. അപ്പോൾ ഇവിടെ ഡിവൈസറാണ് കോമൺ, അതുകൊണ്ട് ഡിവൈസർ നടുവിലെഴുതും. എന്തൊക്കെ തമ്മിലുള്ള റിമൈൻഡർ തന്നിട്ടുണ്ട്, ഡിവൈസർ നടുവിലെഴുതും. പിന്നെന്താ തന്നിട്ടുള്ളത്? കോഷ്യൻറ്റ്. അപ്പോൾ എന്താ റിമൈൻഡറും എന്താ? ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഡിവൈസർ ആൻഡ് റിമൈൻഡർ ഈസ് 3:2. അപ്പോൾ എഴുതുമ്പോഴും ശ്രദ്ധിക്കണം, ഡിവൈസറും റിമൈൻഡറും തമ്മിലുള്ളതാണ് 3:2. 3:2 എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി വയ്ക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ എപ്പോഴും ക്വസ്റ്റ്യൻ്റെ ലാംഗ്വേജ് തിരിച്ചും മറിച്ചും ഒക്കെ വരും. അറ്റ്മോസ്റ്റ് ശ്രദ്ധ, പിൻ പോയിന്റ് ശ്രദ്ധ ക്വസ്റ്റ്യനിൽ വേണം. ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസിയാന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ അഹങ്കാരത്തിന് വിട്ട് കളയുന്ന സാധനങ്ങൾ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ റേഷ്യോ ബിറ്റ്വീൻ ദ ഡിവൈസർ ആൻഡ് ദ റിമൈൻഡർ, ഡിവൈസർ ആൻഡ് റിമൈൻഡർ എന്ന് പറഞ്ഞുകൊണ്ട് 3:2 എന്ന് എഴുതി. ആൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഡിവൈസർ ആൻഡ് ദ കോഷ്യൻറ്റ്, ഡിവൈസറും കോഷ്യൻറ്റും തമ്മിലുള്ളത് 7:12 എന്ന് തന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മളെങ്ങനെ ഇത് കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അടുത്തുള്ളത് ഇങ്ങോട്ട് എഴുതണം അല്ലേ, 3 എഴുതണം, ഇതിൻ്റെ അടുത്തുള്ള ഇങ്ങോട്ട് എഴുതണം, 7 എഴുതണം. അപ്പോൾ 7 × 2 14, 3 × 7 21, 12 × 3 36 അല്ലേ? ഇതാണ് ശരിക്കുള്ള റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ റിമൈൻഡർ ഈസ് 14, ഓൾറെഡി 14 ആയി അല്ലേ, ദെൻ ഫൈൻഡ് ദ റിമൈൻഡർ വെൻ ദ ഡിവിഡൻഡ് ഈസ് ഡിവൈഡഡ് ബൈ 9. അപ്പോൾ ഇവിടെ എന്താ പുതിയൊരു അവതാരം വന്നിട്ടുള്ള ഏതാ? ഡിവിഡൻഡ്. കാരണം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു സംഖ്യ നമ്മളിങ്ങനെ ഹരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന, ഇവിടെ കിടക്കുന്നത് എന്താ? ഡിവൈസർ, ഇവിടെ കിടക്കുന്നത് കോഷ്യൻ്റ്, താഴെ അവസാനം മിച്ചം വരുന്ന റിമൈൻഡർ. അപ്പോൾ ഈ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഡിവിഡൻറ്റിനെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന റിമൈൻഡർ എന്നാണ് ചോദിച്ചാൽ. അങ്ങനെയുള്ള ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പറഞ്ഞേ, ഡിവൈസർ എന്താ? 21 ഇൻറ്റു കോഷ്യൻ്റ് ഇൻറ്റു 36 പ്ലസ് റിമൈൻഡർ പ്ലസ് 14/9. ഇത് മുഴുവനും ചെയ്യണമെന്നില്ല, ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 21 36 എന്താ നമുക്കവിടെ സമ്പൂർണ്ണമായിട്ട് പോയി കിട്ടും അല്ലേ, 9 കൊണ്ടാവുമ്പോൾ. അപ്പോൾ അവിടെ അത് ഇല്ല. പിന്നെ വരുന്നത് എന്താ? 14 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 5 അല്ലേ വരുന്നത്, കാരണം എന്താ? 1 അല്ലേ. അപ്പോൾ 9 × 1 9, 14 9 പോയാൽ 5. അപ്പോൾ 5 ആണ് റിമൈൻഡർ വരുന്നത്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി 5 ആണ് റിമൈൻഡർ വരുന്നത്. അപ്പോൾ ഇത് ഈ ടേംസ് അറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന കണക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോൾ ഈ ചോദ്യം നോക്കൂ. വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ 4th പ്രൊപ്പോർഷണൽ ഓഫ് 3 4 9 ആൻഡ് ദ മീൻ പ്രൊപ്പോർഷണൽ ബിറ്റ്വീൻ 2 and 98? ഓക്കെ, അപ്പോൾ എന്താ 3 4 9 അതും അതിൻ്റെ എന്താ 4th പ്രൊപ്പോർഷണലും 2 and 98 അതിൻ്റെ മീൻ പ്രൊപ്പോർഷണലും. 4th പ്രൊപ്പോർഷണൽ മീൻ പ്രൊപ്പോർഷണലും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറിയാത്തവർ അതുപോലെ നോക്കിയാൽ മതി. അപ്പോൾ 4th പ്രൊപ്പോർഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? അവസാനത്തെ 2 കൂട്ടിക്കെട്ടിയിട്ട് ആദ്യത്തെ ഇട്ടതാണ്. അപ്പോൾ അവസാനത്തെ 4 × 9 36, 36/3 12 വരും. അപ്പോൾ മേളിൽ 12 വരും, താഴെ
നമ്മൾ ഓപ്ഷൻ ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ ഡി വരാനേ സാധ്യതയുള്ളൂ. കാരണം 12 പകുതിയെ വരുന്ന 6 മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്ക് നോക്കാം, താഴെ 14 വരുമോ നോക്കാം. അപ്പോൾ ആ റേസ് 2 കറക്റ്റ് വരുമല്ലോ. അപ്പോൾ ഇതിൻ്റെ എന്താ മീൻ പ്രൊപ്പോർഷൻ എന്താ, റൂട്ട് ഓഫ് 2 × 98 അല്ലേ, റൂട്ട് ഓഫ് 2 × 98 എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 2 × 98 നമുക്ക് എന്താക്കണം, 49ന്റെ ഇരട്ടിയല്ലേ 98. അപ്പോൾ 49ന്റെ ഇരട്ടി. അപ്പോൾ എന്താ 2നെ വെളിയിലോട്ട് ഇട്ടു. 2 റൂട്ട്, അത് 2 × 2 4 റൂട്ടിനെ പുറത്ത് വരുമ്പോൾ 2 ആയി. പിന്നെ എന്താ 49 റൂട്ടിനെ പുറത്ത് വരുമ്പോൾ 7 ആയി. അപ്പം എന്താ 14. യെസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയി 14 ആയി. അപ്പം എന്താ 12/11 എന്നുള്ളത് 6/7 ആയി. സോ 6:7. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി 6:7 ആണ് ഉത്തരം. ഇങ്ങനെ ഒന്നും നോക്കാതെ തന്നെ നമുക്കറിയാം ഫസ്റ്റ് 6 വരുന്നത് അത് മാത്രമേ ഉള്ളൂ. അപ്പം തന്നെ പെട്ടെന്ന് ചെയ്തിട്ട് പോയേക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തോ ഈ ക്വസ്റ്റ്യൻ നോക്കും. ₹8,000 is distributed among A, B and C such that they receive notes of ₹500. പൈസയും നോട്ടിന്റെ ഡിനോമിനേഷൻ ഉള്ള കണക്കാണ്. എളുപ്പമാണല്ലോ ഇങ്ങനത്തെ കണക്ക്. ഞാൻ അന്ന് ഒരു മിനിറ്റ് അന്ന് പറഞ്ഞ പോലെ എന്താ വളരെ പലചരക്ക് കട ലോജിക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കണക്കുകളൊക്കെ. അപ്പോൾ ₹8,000 is distributed among A, B and C such that they receive notes of ₹500, ₹200 and ₹100 respectively. The amounts received by them are in the ratio 15:2:3. What was the ratio of the numbers of notes of ₹500, ₹200 and ₹100? Okay, അപ്പോൾ എന്താ റിയാലിറ്റിയിലുള്ളൊരു ഫിഗർ 8,000 രൂപ, 8,000 റുപ്പിയാണ് റിയാലിറ്റിയിലുള്ള ഫിഗർ. അതെന്താ 3 ആൾക്കാർ എ, ബി, സി എന്ന് 3 ആൾക്കാരുടെ ഇടയിലായിട്ട് വീതിച്ചിരിക്കുന്നു. ഏത് റേഷ്യോയിലാണ്? ദ എമൗണ്ട്സ് റിസീവ്ഡ് ബൈ ദം ആർ ഇൻ ദ റേഷ്യോ 15:2:3. അതായത് 8,000 എന്നുള്ളതിനെ 15:2:3 എന്നാണ് വിഭജിച്ചിരിക്കുന്നത് റേഷ്യോയിൽ. അപ്പൊ ഇതെന്താ 15 2 17 എന്താ 3 20 റേഷ്യോയിലുള്ളത്. ഒറിജിനൽ 8,000. അപ്പൊ ഫാക്ടർ എങ്ങനെ പിടിക്കും? റിയാലിറ്റി ഉള്ളതിനെ റേഷ്യോ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 8,000നെ 20 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 800/2 400 വരും. അപ്പൊ 400 ഉപയോഗിച്ച് നമുക്ക് സത്യങ്ങൾ കണ്ടുപിടിക്കാമല്ലോ. 400 ഉപയോഗിച്ച് സത്യങ്ങൾ കണ്ടുപിടിക്കാമല്ലോ. എന്തൊക്കെ സത്യങ്ങൾ കണ്ടുപിടിക്കാം? എക്ക് കൊടുത്തിരിക്കുന്ന പൈസ എത്ര കണ്ടുപിടിക്കാം? 400 × 15, 15 × 4 എന്ത് വരും? 30 30 60. അപ്പൊ 60 2 0 6000 അല്ലേ? എന്താ 400, ഇതെന്താ 800. ഇയാൾക്കോ 4 3 12 0 0. അപ്പോൾ ഇത്രയും പൈസയാണ് ഇവർക്ക്. ഇപ്പൊ എക്ക് 6,000 രൂപയുണ്ട്, ബിക്ക് 800 രൂപയുണ്ട്, സിക്ക് 1,200 ഉണ്ട്. പിന്നെന്താ ചോദ്യത്തിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ സച്ച് ദാറ്റ് ദേ റിസീവ് നോട്ട്സ് ഓഫ് ₹500. എക്ക് 500 രൂപയുടെ നോട്ട് മാത്രമേ കൊടുക്കുള്ളൂ, ബിക്ക് 200 രൂപയുടെ നോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, സിക്ക് 100 രൂപയുടെ നോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എയുടെ കയ്യിൽ 6,000 രൂപയുണ്ട്, 500 രൂപയുടെ നോട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര നോട്ടുണ്ട്? 6,000/500 എന്തായി 60/5 12 നോട്ട്. 12 നോട്ട്. ബിയുടെ കയ്യിൽ എത്ര രൂപയുടെ നോട്ടുള്ള? 200 രൂപയുടെ നോട്ട്. മൊത്തം എത്ര ഉണ്ട്? 800. അപ്പൊ മൊത്തം എത്ര നോട്ടുണ്ട്? 8/2 4. സിയുടെ കയ്യിൽ 1,200 രൂപയുണ്ട്, എത്ര രൂപയുടെ നോട്ടാ? 100 രൂപയുടെ. അപ്പൊ എന്താ എത്ര നോട്ടുണ്ട്? 12 നോട്ടുണ്ട്. അതായത് എന്താണ് 12:4:12. ഓപ്ഷനിൽ നോക്കുമ്പോൾ അതേ രീതിയിൽ ഇവിടെ സെയിം, ഇവിടെ വേറെ, ഇവിടെ സെയിം കിടക്കുന്നത് തന്നെ ഓപ്ഷൻ എ ആണ്. പക്ഷെ എന്നാലും നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ എന്താ 4 കൊണ്ട് വെട്ടിയ 3:1:3. ഏതാ? ഓപ്ഷൻ എ. സിമ്പിൾ അല്ലേ? ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്ക്. വെയിറ്റ് ഈ ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം ശ്രദ്ധിച്ച് കേട്ടോണേ. കുറച്ച് ഔട്ട് ഓഫ് ടോപ്പിക് ഒരു കാര്യം പറയാം. കാരണം ഇപ്പോൾ നിങ്ങളോട് ഒരു വാല്യൂ എന്തോ ഒരു വാല്യൂ ആയിക്കോട്ടെ, ആ വാല്യൂവിൻ്റെ ഇപ്പോൾ ആ വാല്യൂ എക്സ് ആണെന്ന് വിചാരിക്കും. ഈ വാല്യൂവിൻ്റെ കൂടെ ഒരു 30% ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് ഈ വാല്യൂവിൻ്റെ 30% കൂട്ടി, അതായത് ഇതിൻ്റെ 30% എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ 30% ഇതിനോട് തന്നെ കൂട്ടിയാൽ നമ്മളത് കണ്ടുപിടിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇൻറ്റു ഈ 30% എന്ന് പറയുമ്പോൾ 100-ലാണല്ലോ. മേളിൽ എന്തെന്നറിയോ? 100 + 30 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ആ വാല്യൂയുടെ ഇത്
കണ്ടുപിടിക്കുന്നത്. 30% കൂടി എന്ന് പറഞ്ഞാൽ താഴെ 100/100 + 30 അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഇനി ഒരു മിനിറ്റ് ഇനി 30% കുറയ്ക്കുകയാണെങ്കിൽ സിമ്പിൾ, എന്താ 100 - 30 എന്ന് ഇടുക. ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോ. ഓക്കെ, ഇപ്പോൾ ആക്ച്വലി ഇത് പേഴ്സൻറ്റേജസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യമായിട്ട് മനസ്സിലാവും. പക്ഷേ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു ഷോർട്ട് കണ്ടിട്ട് നിങ്ങളത് കണ്ടുപിടിക്കാൻ 25% കൂടുക എന്ന് പറഞ്ഞാൽ 25% കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, ഇൻറ്റു എന്താണ് 25% എന്ന് വെച്ചാൽ 1/4 ആണ്. കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇത് 4 + 1/4 എന്ന് എഴുതണം, അതായത് 5/4 എന്ന് എഴുതണം എന്ന് ഞാൻ പറഞ്ഞില്ലേ, 5/4 എന്ന് എഴുതണം ഞാൻ പറഞ്ഞില്ലേ. അത് ഇവിടുന്നാണ് വരുന്നത്. കാരണം എന്താ, നിങ്ങൾ വിചാരിക്കും എക്സിൻ്റെ കൂടെ 25% കൂടുന്നു വിചാരിക്കും. അപ്പോൾ എന്താ, ഇൻറ്റു 100 + 25/100 അല്ല, എന്താ 125/100 അല്ലേ, 125/100 അല്ലേ. 125/100 എന്ന് പറഞ്ഞാൽ എന്താ, 125നെ 5 കൊണ്ട് എന്താ, സോറി നമ്മുടെ ഇത് നമ്മൾ എന്താ പറയുക, 25 കൊണ്ട് ഇതാക്കി എന്ത് വരും, 125ൽ എത്ര 25 ഉണ്ട്, 5 25ഉം 100ൽ 4 25ഉം കണ്ടോ, 5/4 വന്നുണ്ടോ. അതപ്പോൾ ഇവിടുന്ന് ഈ ഒരു മെത്തേഡിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മൈൻഡിൽ വയ്ക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ വായിക്കുക. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? ദ പ്രൈസസ് ഓഫ് 2 articles ആർ ഇൻ ദ റേഷ്യോ 4:5. If the price of the first article is increased by X% and that of the other is decreased by 30%, then the new prices of A and B will be in the ratio 10:7. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? അതായത് ഇത്ര പറഞ്ഞിട്ടുള്ളൂ. 2 ആർട്ടിക്കിൾ ഉണ്ട്, അതിൻ്റെ പ്രൈസ് 4:5 എന്ന് പറഞ്ഞാൽ അനുപാതത്തിലാണ്. അനുപാതത്തിലാകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 4/5 എന്ന് എഴുതാമല്ലോ, എഴുതാം. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ, ഇഫ് ദ പ്രൈസ് ഓഫ് ദ ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ എക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു X% ഇൻക്രീസ് ചെയ്യുന്നു, 4ൻ്റെ X% ഇൻക്രീസ് ചെയ്യുന്നു പറയുമ്പോൾ എങ്ങനെ നമ്മൾ എഴുതുന്നത്, ശതമാനം ആയതുകൊണ്ട് താഴെ 100, എത്ര ശതമാനം ഇൻക്രീസ് ചെയ്യുന്ന എക്സ്, അപ്പോൾ 100 + X. ഓക്കെ, പിന്നെ എന്താ, സെക്കൻഡ് ആർട്ടിക്കിളിൻ്റെ എന്താ 30% ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ എന്താ 30% ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ, 100 - 30/100 എന്ന് വെച്ചാൽ എന്താവും, 100 - 30/70, 70/100 എന്നാവും. അഥവാ നമുക്ക് വേണമെങ്കിൽ എന്താ 7/10 എന്ന് എഴുതാമല്ലോ, 7/10 എന്ന് എഴുതാം. അങ്ങനെ വരുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ദെൻ ദ ന്യൂ പ്രൈസസ് ഓഫ് A and B വിൽ ബി ഇൻ ദ റേഷ്യോ 10:7, അതായത് 10/7 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എന്താവും കേസ് എന്നാണ്. അപ്പം അതെ ഇതെന്താ 7 പോവുമല്ലോ, 7 ഈ 0 പോവോ, പോവല്ലോ. പിന്നെന്താ, അപ്പം എന്ത് വരും, അപ്പോൾ 4 × 100 + X എന്നുള്ളത് ഈ 0ഉം ഈ 10ഉം ഈ 5ഉം കൂടെ കയറുമ്പോൾ എന്താവും, ഏതാ മനസ്സിലായോ, ഈ 5ഉം 10ഉം ഇങ്ങോട്ട് പോകും, ഈ 0 അങ്ങോട്ട് പോയില്ലേ 50-നോട്, അപ്പോൾ എന്താ 500 ആവും. അപ്പോൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയില്ലേ, വൃത്തിയായില്ലേ. അപ്പോൾ എന്താ 100 + X എന്നുള്ളത് എന്തായി 125 വരും അല്ലേ, 125 വരും 100 + X എന്നുള്ളത്. അപ്പോൾ X എന്താ 125 100 പോയാൽ 25, ഏതാ ഓപ്ഷൻ 25 വരും, ഓപ്ഷൻ സി. അപ്പോൾ ഇത് മനസ്സിലായില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടണ്ട, പേഴ്സൻറ്റേജസ് നമ്മൾ പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ, എ സം ഓഫ് ₹4,360 was to be divided among A, B, C and D in the ratio of 3:4:5:8. അത് തന്നെയല്ലേ, 3:4:5:8. But it was divided in the ratio of 1/3:1/4:1/5:1/8 by mistake. ഓക്കെ, ക്ലാസിക് കേസാണ്, നമ്മളിത് മുമ്പും കണ്ടിട്ടുണ്ട്. ആസ് എ റിസൾട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് നമ്മളിത് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു പ്രത്യേക സം ഉണ്ടാവും അല്ലേ, ഇവിടെ എന്താ സമ്മ് 4360. ഓക്കെ, അത് A, B, C, D എന്നീ ആൾക്കാരുടെ ഇടയ്ക്ക് 3:4:5:8 എന്ന് പറഞ്ഞ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഡിവൈഡ് ചെയ്യേണ്ടതാണ്, ഈ റേഷ്യോയിലാണ്. പക്ഷെ ചെയ്തത് 1/3:1/4:1/5:1/8 എന്നാണ് ചെയ്തു വന്നത്. അങ്ങനെയാണ് സംഭവിക്കുന്ന കാര്യം. ഇത് സ്ഥിരം മോഡൽ ചോദ്യം, ഇത് PSCയിൽ വരെ ചോദിക്കാറുള്ളതാണ് എന്ന്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഇത് ശരിക്കും കൊടുക്കേണ്ടിയിരുന്നത്, ഇത് റോങ് ആയിട്ട് കൊടുത്തത്. ഈ റോങ് ആയിട്ട് കൊടുത്തതിന് ഇങ്ങനെ പല സാധനം പോലെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് വൃത്തിയിൽ എഴുതാം.
വൃത്തിയിൽ എഴുതാൻ എന്ത് ചെയ്യണം? നമ്മൾ എൽ സി എം ഡിനോമിനേറ്ററിൻ്റെ എൽ സി എം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിൻ്റെ എൽ സി എം എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? എൽ സി എം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒരു നമ്പറിനെ പ്രൈം നമ്പേഴ്സിൻ്റെ ഘടകങ്ങളാക്കിയിട്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പം എന്താ ഇവിടെ പ്രൈമായിട്ട് കിടക്കുന്ന ഏതൊക്കെയാ? 3ഉം 5ഉം. പിന്നെ 4ഉം 8ൻ്റെയും കേസിൽ പ്രൈം എന്താ? 2. കാരണം 2/2 ആണ് 4. 2/2 എന്താണ്? 8. 3 അല്ലേ? ഒരു മിനിറ്റേ, അമ്മേ ഈ വയറ് പോയി. ഓക്കെ, 2/3 ആണ് 8. അപ്പോൾ എന്താ? 3 × 5 × 8 എടുത്താൽ മതി, എൽ സി എം ആയി. അപ്പോൾ 3 × 5 15, 15 × 8 120. അപ്പോൾ 120 ആണ് എൽ സി എം. അപ്പോൾ 120 കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ ഒരുപാട് ഇത് നിരത്തി പിടിച്ചെഴുതുന്നില്ല, സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഇപ്പം തന്നെ ഇത് മായ്ക്കാൻ പോവുക ഓരോന്ന്. അപ്പോൾ 120 ഇന്ന 1/3 കൊണ്ട് എന്താ? 120/3 അപ്പം തന്നെ എന്തായി? 40 ആയി. ആദ്യം 40 ആയി, അടുത്തവൻ എന്തായി? 30 ആയി. നിങ്ങൾ പെട്ടെന്ന് ചെയ്തോണം. അടുത്തവൻ എന്തായി? അകത്തോട്ട് വരുമ്പോൾ എന്തായി? ഒരു മിനിറ്റ്, കറക്റ്റ് അല്ലേ ചെയ്തത്? അതെ. അപ്പോൾ എന്താ? 120/5 വരുമ്പോൾ എന്താ? 1 വരും. 1 അല്ലേ? 2 വരും. 10 അല്ലേ? 2ഉം പിന്നെ 4ഉം വരും. അപ്പോൾ 24 വരും അല്ലേ? പിന്നെ എന്താ? 1/8 എന്ന് പറയുമ്പോൾ എന്തായി? 15 ആയി. 120/8 അല്ലേ? 8 × 1 ഇട്ടിട്ട് താഴെ ഇറക്കുമ്പോൾ എന്താ വരില്ലേ? 15 വരും. അപ്പോൾ ഇതെന്തായി? 40:30:24:15 എന്നായി. ഇപ്പോൾ വൃത്തിയായില്ലേ? ഇപ്പോൾ വൃത്തിയായി. റോങ് ആയി നമ്മൾ കൊടുത്തതിനെ നമ്മൾ വൃത്തിയാക്കി എഴുതി. 40:30:24:15 എഴുതി. ഓക്കെ ആണല്ലോ? ശരി, നിങ്ങൾ കൊടുത്ത ഷെയർ കൊടുക്കേണ്ട രീതിയിൽ ഇങ്ങനെ കൊടുത്തിരുന്നെങ്കിലും ഇങ്ങനെ കൊടുത്തിരുന്നെങ്കിലും ആകെ ഉള്ളത് 4360 രൂപയല്ലേ? അതിൽ കൂടുതൽ കുറവൊന്നും കൊടുക്കാൻ പോകുന്നില്ലല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടോട്ടലും ശരിക്കും വരേണ്ടത് എന്താ? 4360. ആക്ച്വലി വന്നിരിക്കുന്നത് എന്താ? പെട്ടെന്ന് പറഞ്ഞേ. 4 3 7 2 8 ഇത് അയ്യോ സോറി, എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? 4 5 9 എന്താ? 109. അപ്പോൾ റിയാലിറ്റിയിൽ 4360, വന്നിരിക്കുന്നത് 109. അപ്പോൾ എന്താ ഫാക്ടർ വരുന്നത്? എന്താ? 436/150 എന്ന് വരുമോ? 9 എന്ത് മൾട്ടിപ്ലിക്കേഷനിൽ വരുമ്പോഴാണ് 6 വരാൻ സാധ്യത? 36 4 അല്ലേ? ആദ്യം വരുന്ന 4. അപ്പോൾ നമുക്ക് 4 വെച്ച് അടിച്ച് നോക്കാം. അത് തന്നെ 400. അപ്പോൾ 40, കാരണം ഇവിടെ 0 ഉണ്ടല്ലോ. അപ്പോൾ 40 ആണ്. ഓക്കെ, അപ്പോൾ 4360 109 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 40. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് കുത്തിയിരുന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ 40 ആണ് എന്ത്? നമ്മൾ സത്യം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗം. സത്യമാർഗ്ഗം 40 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഓരോരുത്തർക്കും എന്താ? ഓരോരുത്തർക്കും ഇതുകൊണ്ട് ഇതേ കണ്ടുപിടിക്കുള്ളൂ, ഈ സത്യമേ കണ്ടുപിടിക്കുള്ളൂ. ഇവിടെ നിന്ന് ഉത്ഭവിച്ച ഫാക്ടറാണ്. അപ്പോൾ ഈ സത്യമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓരോരുത്തർക്കും തെറ്റിക്കൊടുത്ത തുക എന്താ നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് എന്താ? എക്ക് എന്താ? 40 × 40 16 00. ബിക്ക് എന്താ? 4 × 3 12 00. സിക്ക് എന്താ? 4 × 24 ഇത് 960 വരും അല്ലേ? 24 4 16 മേളിൽ കയറി 4 × 2 8 9 960. ഇതെന്താ? 4 × 15 60 0 60 1 0 അല്ലേ? 600. അപ്പോൾ ഇതാണ് എന്താണ്? ഇതാണെന്താ? ശരിക്കും തെറ്റായി കൊടുത്തത്, റിയാലിറ്റിയിൽ തെറ്റായി കൊടുത്തതാ. ഇനി എന്താ? ഇവിടെ നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു ശരിയായി കൊടുത്തിരുന്നെങ്കിലും തെറ്റായി കൊടുത്തിരുന്നെങ്കിലും ടോട്ടൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ ടോട്ടലും എന്ത് തന്നെ വരുന്നത്? ഇത് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയുള്ള ടോട്ടൽ എന്താ? 4 3 7 5 12 8 20. അപ്പോൾ ഇവിടെയും സത്യമാർഗ്ഗം എന്ത് വരണം? 4360/20 എന്ന് പറയുമ്പോൾ 436/20 218 അല്ലേ? 218. അപ്പോൾ 218 കൊണ്ട് നമ്മൾ ഇതിന് ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? ശരിക്കും എങ്ങനെയാണ് കൊടുക്കേണ്ടിയിരുന്നത് എന്നും കിട്ടും. അപ്പോൾ 218 × 3 4 5 654 654 218 × 4 2 7 872 960 ×
218. ടാസ്ക് അയ്യോ സോറി, ഇവിടെ അല്ലേ ചെയ്യേണ്ടത്, എനിക്ക് മാറിപ്പോയി. എന്താ 15 ഇൻറ്റു, അയ്യോ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ. അയ്യോ ഇത് തന്നെ 218 ഇൻറ്റു 5, സോറി 4 9 1090. പിന്നെന്താ 218 ഇൻറ്റു 8, 4 6 14, ഇത് വരും 17 വരും അല്ലേ, 17 1744. അപ്പോൾ അതെ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലീനായി, കാര്യങ്ങൾ കുറച്ചുകൂടെ നമുക്ക് എന്തായി, ക്ലീനായി. ഇനിയിപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഓരോന്നിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതെന്താ, ഇത് തെറ്റായി കൊടുത്തത്, ഇത് ശരിയായി കൊടുത്തത്, മേളിലത്തത് തെറ്റായി കൊടുത്തത്, താഴത്തത് ശരിയായി കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ എന്താ, ഫസ്റ്റ് നോക്ക്, എ റിസീവ്ഡ് ₹956 മോർ ആണോ? അല്ല, 6 4 10, 1 5 6 4 10 വരും, 5 5 10 1 എന്താ 11 1 ഇവിടെ വരും. അപ്പോൾ എയുടെ കേസല്ല. അടുത്ത എന്താ, ബി റിസീവ്ഡ് 318 മോർ. നോക്കൂ, 8 2 9 10 0 കറക്റ്റ്. 1 7 8 1 9 വരണ്ട, അപ്പോൾ അതുമല്ല, ബി അതുമല്ല. സി എന്താ, ഡി റിസീവ്ഡ് ഡി ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ സിയിലോട് ഡി റിസീവ്ഡ് 1144 ലെസ്. ഡിക്ക് 1144 രൂപ കുറവാണ് കിട്ടിയെന്ന്. കിട്ടിയത് 600, എന്താ ശരിക്കും കൊടുക്കേണ്ടത് 1744. 600നോട് 4 ശരിയാ, 1144 കൂടിയല്ലേ 1744 വരിക. അപ്പോൾ അതാണ് കറക്റ്റ്. എന്താ കറക്റ്റ്, എ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്, ഓപ്ഷൻ സി, ഡി റിസീവ്ഡ് ₹1144 ലെസ് എന്നുള്ളതാണ് കറക്റ്റ്. അത് കറക്റ്റ് വന്നാൽ പിന്നെ മറ്റേ നോക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ നിങ്ങൾക്ക് കൗതുകം കൂടുതലാണെങ്കിൽ മറ്റേതും കൂടെ നോക്കിക്കോളൂ. അപ്പോൾ ഓപ്ഷൻ ഡിക്കാണ് അന്യായം നടന്നിരിക്കുന്നത്. എന്താണ്, 1144 രൂപ കുറവ് കിട്ടിയത്. ഓക്കെ, അടുത്ത ചോദ്യം പോകാം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുകയാണ്. ഒന്നുമില്ല, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ കണ്ട പോലത്തെ തന്നെ ക്വസ്റ്റ്യനാണ്. എന്താ, ദ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് എ ആൻഡ് ബി 4 years ago വാസ് 4:5. 8 years from now, the ratio of the ages of A and B will be 11:13. What is the sum of their present ages? ഒന്നുമില്ല, പ്രസൻറ്റ് ഏജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അന്ന് ഞാൻ കണക്കുകൾ പറഞ്ഞ പോലെ പ്രസൻറ്റ് ഒരു പോയിൻ്റ് ഉണ്ട്, 4 വർഷം മുമ്പുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ 8 വർഷത്തിന് ശേഷമുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം എത്രയാണ്, ഒരു 12 വർഷത്തെ കേസ് ഉണ്ട് അല്ലേ. അപ്പോൾ 4 വർഷം മുമ്പ് എയും ബിയും തമ്മിലുള്ള ഏജിൻ്റെ റേഷ്യോ 4:5 ആയിരുന്നു. പ്രസൻറ്റിൽ നിന്ന് 8 വർഷം, അതായത് ഇവിടുന്ന് 12 വർഷത്തിന് ശേഷം എയും ബിയും തമ്മിലുള്ള ഏജിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 11:13 അങ്ങനെയാണെങ്കിൽ പ്രസൻറ്റ് ഏജ്, അത് എ പ്ലസ് ബി ഈ പ്രസൻറ്റിൽ എന്താണെന്നുള്ള ചോദ്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ നിന്ന് ഏജിൻ്റെ റേഷ്യോ മുമ്പോട്ട് പോകുമ്പോൾ 2നെ നമ്മൾ എക്സ് എന്ന് കണ്ണും പൂട്ടി എടുക്കണം. അപ്പോൾ 4x നിന്നും എത്ര വർഷം പോയി, 12 വർഷം പോയി. 5x നിന്നും 12 വർഷം പോയി. അപ്പോൾ എന്ത് വന്നു, 11/13. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തോരും, 13 ഇത് എന്താണ് 52x പ്ലസ് വെയിറ്റ് കറക്റ്റ് അല്ലേ? കറക്റ്റാ. എന്തോ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നാ. ഓക്കെ, 13 × 12. കേളാമൽ 156. ഇപ്പുറത്തെന്താ 55x പ്ലസ് 12 × 11. $132. ഓക്കെ, അപ്പോൾ എന്താ, എക്സ് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തോ 55x നിന്ന് 52x പോകുമ്പോൾ 3x = 156 നിന്ന് 132 പോകുമ്പോൾ 4 2. അപ്പോൾ എന്താ, എക്സ് എന്തായി
എക്സ് എന്തായി 3x = 24 എന്ന് പറഞ്ഞാൽ എക്സ് എന്ത് വരും 8 അല്ലേ എക്സ് 8 വന്നല്ലോ അപ്പോൾ എക്സ് 8 കിട്ടി അപ്പോൾ ഞാൻ ഇവിടെയുള്ള മെസ്സിനെസ് ഒക്കെ ഒന്ന് മായ്ക്കുകയാണ് എനിക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് എഴുതാൻ എക്സ് 8 കിട്ടി എങ്ങനെയാണെന്ന് കറക്റ്റ് മനസ്സിലായല്ലോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എക്സ് 8 കിട്ടി അപ്പോൾ എന്താ a+b ആണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കൂ എയുടെ വയസ്സ് ഇവിടെ എന്താ 4x 4x ഇങ്ങോട്ട് എത്ര വർഷമുണ്ട് 4 വർഷം അപ്പോൾ പ്ലസ് അതും എന്തിൻ്റെ വയസ്സും കൂടിയ ബിയുടെ വയസ്സ് ഇവിടെ എന്താ 5x മുമ്പോട്ട് പോകുമ്പോൾ 4 വയസ്സ് അപ്പോൾ 5x + 4 എന്ന് വെച്ചാൽ 4x 5x 9x 9x + 4 4 8 9x + 8 എക്സിൻ്റെ വാല്യൂ എന്താ 8 അപ്പോൾ 8 × 9 72 72 8 80 80 a+b 80 ഓപ്ഷൻ ഏതാ ഓപ്ഷൻ എ 80 ഉത്തരം അപ്പോൾ നമ്മളങ്ങനെ സക്സസ്ഫുള്ളായിട്ട് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ സിലബസ് തീർത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾജിബ്രയിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ളൂ അത് ഓൾജിബ്ര പഠിപ്പിക്കുമ്പോൾ ഞാൻ അതും കൂടെ റിവൈസ് ചെയ്യും പിന്നെ ഞാൻ റിപ്പീറ്റായിട്ട് പറയുകയാണ് പരീക്ഷയുടെ സമയമാകുമ്പോൾ വന്നിട്ട് ഇത് ഓടിപ്പിടിച്ച് നോക്കാൻ നിൽക്കരുത് ഇപ്പോഴേ നിങ്ങളിത് പഠിച്ച് റിവൈസ് ചെയ്ത് പോയാൽ പരീക്ഷയുടെ സമയമാകുമ്പോൾ ഞാൻ അൾട്രാ സ്പീഡിലുള്ള ക്ലാസ് ആയിരിക്കും എടുക്കാൻ പോകുന്നത് ആ സമയത്ത് നമുക്ക് എക്യുപ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് സോ നിങ്ങൾ ഇപ്പം തന്നെ ഇത് പഠിച്ച് കഴിയുന്നത്ര റിവൈസ് ചെയ്ത് പോരണം മറ്റേ മിക്സർ ആൻഡ് എലിഗേഷൻ റിവൈസ് ചെയ്ത പോലെ 7 പ്രാവശ്യം റിവൈസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല എന്നിരുന്നാലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് പ്രാക്ടീസ് നിങ്ങൾക്ക് എന്തായാലും വേണം ഞാൻ പറയട്ടെ നല്ലോണം മെനക്കെട്ടാലേ കാര്യങ്ങൾ നടക്കുള്ളൂ ആ രീതിയിൽ മെനക്കെടണം കുത്തിയിരുന്ന് ചെയ്യണം കുത്തിയിരുന്ന് നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന IITക്കും JEE ഒക്കെ പഠിക്കുന്ന പിള്ളേരുമായിട്ട് അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദിവസവും 10-13 മണിക്കൂർ ഇരുന്ന് പഠിച്ച് ശീലമുള്ളവരാണ് അപ്പോൾ അവരുമായിട്ട് നമ്മൾ മുട്ടുമ്പോൾ ആ ഒരു ലെവൽ ഓഫ് കോമ്പിറ്റൻസ് നമുക്കുണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാനാണ് കരിയർ സെറ്റാക്കാനാണെന്നുള്ളൊരു മൈൻഡ് വയ്ക്കുക അതിനോടൊപ്പം മാത്സിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടതിൽ ഇൻവോൾവ് ആയി ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലായിട്ട് തിരിച്ചു വന്നോളും അപ്പോൾ കൂടുതൽ സംസാരിച്ച് വെറുപ്പിക്കുന്നില്ല നിങ്ങളുടെ സമയം കളയുന്നില്ല അപ്പോൾ എല്ലാവരും പോയി പ്രാക്ടീസ് ചെയ്തു അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു മിക്സർ ആൻഡ് എലിഗേഷൻ കഴിഞ്ഞു റേഷ്യോ പ്രൊപ്പോർഷൻ കഴിഞ്ഞു അടുത്തത് നമ്മുടെ ക്ലാസിക് സബ്ജക്റ്റ് ആയിട്ടുള്ള ടൈം ഡിസ്റ്റൻസ് സ്പീഡ് അല്ലേ ടൈം ഡിസ്റ്റൻസ് സ്പീഡായിരിക്കും നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ ഐ ലുക്ക് ഫോർവേഡ് ടു എവരിവൺ ഫോർ ദാറ്റ് ക്ലാസ് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വരിക ഓൾ ദി ബെസ്റ്റ് ഓക്കെ